നമസ്കാരം. ഭാരതീയ ജ്യോതിഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഗ്രഹങ്ങളുടെ രാശിമാറ്റം. അതിൽ തന്നെ ദേവഗുരുവായ വ്യാഴത്തിന്റെ മാറ്റം വിധി നിർണായകമാണ്. അതായത് മേടം 10 ശേഷം വാഗ്ഗണിത പഞ്ചാംഗ പ്രകാരം വ്യാഴം തന്റെ സഞ്ചാരപഥം മാറുമ്പോൾ അത് ലോകക്രമത്തിലും വ്യക്തി ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ വരുത്തുന്നു. പണമില്ലാത്തവനെ പണക്കാരനാക്കാനും തടസ്സപ്പെട്ട് കിടന്ന ഭാഗ്യങ്ങൾ തുറന്നു കൊടുക്കാനും വ്യാഴത്തിന് സാധിക്കും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ 10-ാം ഉദയത്തിന് ശേഷം വ്യാഴമാറ്റത്തിലൂടെ വമ്പിച്ച സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാൻ പോകുന്ന പ്രധാന നക്ഷത്രങ്ങളെക്കുറിച്ചാണ്. നിങ്ങളുടെ ജന്മ നക്ഷത്രം ഇതിലുണ്ടോ എന്ന് നോക്കുക, കമന്റ് ചെയ്യുക. നിലവിലെ ഗ്രഹസ്ഥിതി പരിശോധിച്ചാൽ കർക്കിടകത്തിലേക്കുള്ള സംക്രമണ പാതയിലാണെന്ന് പറയാം. കുംഭം രാശിയിൽ ശനി മൂലക്ഷേത്ര ബലവാനായി തുടരുന്നു. രാഹുകേതുക്കൾ മീനം, കന്നി രാശികളിൽ സഞ്ചരിക്കുന്നു. ഈ ഗ്രഹസങ്കലനങ്ങളിൽ വ്യാഴത്തിന്റെ 5, 7, 9 ദൃഷ്ടികൾ പതിക്കുന്ന നക്ഷത്രക്കാർക്കാണ് ലോട്ടറി അടിച്ചതുപോലുള്ള അപ്രതീക്ഷിതമായ സാമ്പത്തിക മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഈ അസുലഭമായ മുഹൂർത്തത്തിൽ അപ്രതീക്ഷിതമായ ധനലാഭവും നേട്ടങ്ങളുമൊക്കെ ഉണ്ടാകുന്ന നക്ഷത്രക്കാരെ നമ്മൾ 4 ഗ്രൂപ്പുകളായിട്ടാണ് തിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ ഗ്രൂപ്പിൽ പെടുന്നത് രോഹിണി, അത്തം നക്ഷത്രക്കാരാണ്. ആദ്യമായി രോഹിണി, അത്തം നക്ഷത്രക്കാരെ കുറിച്ച് പറയാം. വ്യാഴത്തിന്റെ ശുഭദൃഷ്ടി നിങ്ങളുടെ 2-ാം ഭാവത്തിലോ 11-ാം ഭാവത്തിലോ വരുന്നത് വഴി ധനയോഗം തെളിയുന്ന സമയം. ബിസിനസ്സുകാർക്ക് കഴിഞ്ഞ കുറെ കാലമായി മുടങ്ങിക്കിടന്ന ബിസിനസ് ഇടപാടുകൾ പെട്ടെന്ന് സജീവമാകും. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഭൂമി വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ 10-ാം ഉദയത്തിന് ശേഷമുള്ള ഈ ശുഭമുഹൂർത്തങ്ങൾ മികച്ച വിലയോടുകൂടിയും മികച്ച ലാഭത്തിൽ അവ വിൽക്കുവാൻ കഴിയും. തൊഴിൽ രംഗത്ത് വിദേശത്ത് ജോലി നോക്കുന്നവർക്ക് ഉയർന്ന ശമ്പളത്തോടു കൂടിയ ഓഫറുകൾ വന്നു ചേരുന്ന സമയമാണ്. രോഹിണി, അത്തം നക്ഷത്രക്കാർക്ക് വളരെ നേട്ടങ്ങളാണ് ഈ ശുഭമുഹൂർത്തത്തിൽ ലഭിക്കുന്നത്. 2-ാമത്തെ ഗ്രൂപ്പ് മകേരം, ചിത്തിര, അവിട്ടം നക്ഷത്രക്കാരാണ്. ചൊവ്വയുടെ നക്ഷത്രങ്ങളായ മകേരം, ചിത്തിര, അവിട്ടം ജാതകരായ നക്ഷത്രക്കാർക്ക് വ്യാഴം നിങ്ങളുടെ കർമ്മസ്ഥാനത്തെയാണ് സ്വാധീനിക്കാൻ പോകുന്നത്. തൊഴിൽപരമായ നിങ്ങളുടെ കർമ്മ മേഖലയിൽ വലിയൊരു മുന്നേറ്റമാണ് സംഭവിക്കാൻ പോകുന്നത്. സർക്കാർ ജീവനക്കാർക്കും സ്വകാര്യ മേഖലയിൽ ഉള്ളവർക്കും പദവിയിൽ ഉയർച്ചയും സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകും. ഇഷ്ട സ്ഥലത്തേക്കുള്ള സ്ഥലം മാറ്റം അല്ലെങ്കിൽ ആഗ്രഹിച്ചിരുന്ന നിലയ്ക്കുള്ളൊരു പ്രമോഷനൊക്കെ ഈ സമയത്ത് ലഭിക്കും. വർഷങ്ങളായി അലട്ടിക്കൊണ്ടിരുന്ന ലോണുകളും കടങ്ങളും വീട്ടുവാൻ ആവശ്യമായ പണം വരും. കടബാധ്യതകളിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ലഭിക്കുന്ന സമയമാണ്. സാമ്പത്തികമായി നിങ്ങളുടെ ജീവിതം വളരെയധികം അഭിവൃദ്ധിപ്പെടുന്ന സമയമാണ്. പലതരത്തിലുള്ള വരുമാനം നിങ്ങൾക്കുണ്ടാകും. സ്വർണം, ഓഹരി വിപണി എന്നിവയിൽ നടത്തുന്ന നിക്ഷേപങ്ങൾക്ക് ഇരട്ടിയായി ഫലം കിട്ടുന്ന സമയമാണ്. നിങ്ങളുടെ സാമ്പത്തികപരമായ എല്ലാം, അതായത് കർമ്മരംഗവുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളും 10 മടങ്ങ് വർദ്ധിക്കുന്ന ഒരു സമയമാണിത്. അടുത്ത ഗ്രൂപ്പിൽ വരുന്നത് പുണർതം, വിശാഖം, പൂരുരുട്ടാതി നക്ഷത്രക്കാരാണ്. ഒട്ടേറെ ഭാഗ്യാനുഭവങ്ങൾ കാത്തിരിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക്. വ്യാഴത്തിന്റെ സ്വന്തം നക്ഷത്രക്കാരായ പുണർതം, വിശാഖം, പൂരുരുട്ടാതി ഇവർക്ക് സ്വക്ഷേത്ര ബലം നൽകുന്ന സമയമാണ് വ്യാഴം. അതുകൊണ്ട് തന്നെ വ്യാഴത്തിന്റെ പരിപൂർണമായ ഒരു അനുഗ്രഹം ഇവർക്ക് ലഭിക്കും. പൈതൃകമായി ലഭിക്കേണ്ട സ്വത്തുക്കൾ ലഭിക്കും. പാർട്ടീഷൻ ചെയ്ത് കിട്ടാനുള്ള വസ്തുവകകൾ ലഭിക്കുന്ന സമയമാണ്. കോടതി വ്യവഹാരങ്ങളിൽ വിജയം ലഭിക്കും. കോടതികളിലോ മറ്റോ സർക്കാരുമായിട്ടോ വ്യക്തികളുമായോ നിങ്ങൾക്ക് എന്തെങ്കിലും കേസുകളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വിജയകരമായി പര്യവസാനിക്കും. അഥവാ ഒത്തുതീർപ്പിലെത്തുകയാണെങ്കിലും നിങ്ങൾക്ക് അനുകൂലമായ നിലയിൽ, നിങ്ങൾക്ക് ലാഭകരമായ നിലയിൽ ഒത്തുതീർപ്പുകൾ നടക്കും. കുടുംബ സ്വത്തുക്കൾ ലഭിക്കും. ലോട്ടറി പോലുള്ള അപ്രതീക്ഷിതമായ സ്രോതസ്സുകളിൽ നിന്ന് നിങ്ങൾക്ക് ഭാഗ്യം ലഭിക്കാം. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് സമ്മാന പദ്ധതികളിൽ നിന്നും വലിയൊരു സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന സമയമാണ്. വിവാഹം പോലുള്ള മംഗളകർമ്മങ്ങൾ നടക്കും. വിവാഹം ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ വിവാഹപ്രായമായവരാണ് ഈ പുണർതം, വിശാഖം, പൂരുരുട്ടാതി നക്ഷത്രക്കാരിൽ ഉണ്ടെങ്കിൽ അവർക്ക് അനുയോജ്യമായൊരു സമയമാണ്. വിവാഹ ആലോചനകളുമായി മുന്നോട്ട് പോയാൽ അത് നടക്കും. അതല്ല, നിങ്ങളുടെ കുടുംബത്തിൽ വിവാഹപ്രായക്കാരായ ഈ നക്ഷത്രക്കാർ, ഈ 3 നക്ഷത്രക്കാരുണ്ടെങ്കിലും അവർക്കും വിവാഹം നടക്കുവാൻ സാധ്യതയുള്ളൊരു സമയമാണ്. വീട്ടിൽ ഐശ്വര്യം നിറയുകയും സാമ്പത്തിക ചിലവുകൾ ഉണ്ടാകുമെങ്കിലും അത് സന്തോഷകരമായ കാര്യങ്ങൾക്കായി വിനിയോഗിക്കുവാനും സാധിക്കുന്ന സമയമാണ്. കുടുംബ ജീവിതത്തിലും സന്തോഷവും സമാധാനവും ഉണ്ടാകും. ഇനി 4-ാമത്തെ ഗ്രൂപ്പുകാരെ പറ്റിയാണ് പറയുന്നത്. സൂര്യൻ്റെ നക്ഷത്രങ്ങളായ ഉത്രം, ഉത്രാടം നക്ഷത്രക്കാർ ഇവർക്ക് ഭരണപരമായ കാര്യങ്ങളിൽ നിന്നും രാഷ്ട്രീയത്തിൽ നിന്നും ലാഭമുണ്ടാകുന്ന സമയമാണ്. അവർ ഭരണപരമായ മേഖലകളിലോ രാഷ്ട്രീയ രംഗത്തോ
നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് അംഗീകാരവും നേട്ടവും ഉണ്ടാകും. മാത്രമല്ല സർക്കാരിൽ നിന്നുള്ള ധനലാഭം, ധനനേട്ടം ഉണ്ടാകുന്ന സമയമാണ്. കോൺട്രാക്റ്റ് പണികൾ ചെയ്യുന്നവർക്ക് വലിയ പ്രോജക്റ്റുകൾ സർക്കാരിൽ നിന്ന് ലഭിക്കും. മുടങ്ങിക്കിടന്ന ബില്ലുകൾ പാസ്സാകും. സർക്കാരിൽ നിന്നും ലഭിക്കേണ്ടതായ എല്ലാ ആനുകൂല്യങ്ങളും ഈ ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ സമയത്ത് ലഭിക്കും. സാമ്പത്തിക നേട്ടത്തിനുള്ള പ്രത്യേക സമയം എന്ന് തന്നെ പറയാം. 10-ാം ഉദയം കഴിഞ്ഞു വരുന്ന ആദ്യത്തെ 3 മാസങ്ങൾക്കുള്ളിൽ, അതായത് മേടം, ഇടവം, മിഥുനം മാസങ്ങൾക്കുള്ളിൽ ഈ പറഞ്ഞ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വ്യാപകമായ ഒരു മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത്. അത് പ്രകടമായി തന്നെ നിങ്ങൾക്ക് അനുഭവപ്പെടും. നിങ്ങളെപ്പോലും ഞെട്ടിക്കുന്ന തരത്തിലുള്ളൊരു സാമ്പത്തിക നേട്ടമാണ് ഈ സമയത്തുണ്ടാകാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതം അടിമുടി മാറും. നിങ്ങളുടെ മന്ദീഭവിച്ച് കിട്ടുന്ന പ്രവർത്തന മേഖലയും നിങ്ങളുടെ ജീവിതവുമെല്ലാം 10 മടങ്ങ് പുഷ്ടിപ്പെടുന്ന ഒരു സമയമാണ്. തടസ്സപ്പെട്ട് കിടന്നിരുന്ന പണം കൈവശം വന്നു ചേരും. പുതിയ ബിസിനസ് തുടങ്ങാൻ പറ്റിയ സമയമാണ് ഈ സമയം. ഭൂമി ഇടപാടുകളിലൂടെ അപ്രതീക്ഷിതമായ ലാഭം ലഭിക്കും. തൊഴിൽ രംഗത്ത് ശമ്പള വർധനയും പ്രൊമോഷനും ലഭിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് കൂടുതൽ പണം സമ്പാദിക്കാൻ സാധിക്കും. കടബാധ്യതകളിൽ നിന്ന് മോചനം ലഭിക്കും. കുടുംബസ്വത്ത് കൈവശം വന്നു ചേരാൻ സാധ്യതയുണ്ട്. കഠിനാധ്വാനത്തിന് കൃത്യമായ പ്രതിഫലം ലഭിക്കും. ഷെയർ മാർക്കറ്റ്, ചിട്ടി, ലോട്ടറി എന്നിവയിൽ നിന്ന് ലാഭം ഉണ്ടാകുന്ന സമയമാണ്. പുതിയ വീടോ വാഹനമോ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള യോഗമുണ്ട്. ബിസിനസ്സിൽ വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താൻ സാധിക്കും. അത് ഭാവിയിൽ ലാഭമുണ്ടാകും. ജോലിയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. കലാ സാഹിത്യ രംഗത്തുള്ളവർക്ക് സാമ്പത്തിക ഉയർച്ചയുണ്ടാകും. അനാവശ്യ ചെലവുകൾ കുറയുകയും സാമ്പത്തികം വർദ്ധിക്കുകയും ചെയ്യും. അങ്ങനെ ഈ പറഞ്ഞ 4 ഗ്രൂപ്പിലുമുള്ള എല്ലാ നക്ഷത്രക്കാർക്കും പൊതുവെ എല്ലാ തരത്തിലുള്ള നേട്ടങ്ങളും ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഈ ഗ്രഹഫലങ്ങൾ അനുകൂലമാണെങ്കിലും ഈ ഊർജം നിലനിർത്താൻ, ഈ നേട്ടം ലഭിക്കുവാൻ, തടസ്സങ്ങൾ മാറുവാൻ ചില പരിഹാരങ്ങൾ കൂടി നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. വ്യാഴനെ പ്രീതിപ്പെടുത്തുവാനായി വ്യാഴാഴ്ച വ്രതം എടുക്കുന്നത് നല്ലതാണ്. മഞ്ഞ വസ്ത്രം ധരിക്കുക, മഞ്ഞ നിറത്തിലുള്ള മധുര പലഹാരങ്ങൾ ദാനം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുക. വിഷ്ണു പൂജ നടത്തണം. ഓം നമോ നാരായണായ ജപം നിത്യവും ഒരു 108 തവണയെങ്കിലും ചൊല്ലുക. വിഷ്ണു ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക, വഴിപാടുകൾ നടത്തുക. ദക്ഷിണാമൂർത്തി ദർശനം, അത് നിങ്ങൾക്ക് സാധ്യമാവുകയാണെങ്കിൽ ദക്ഷിണാമൂർത്തി ദർശനം നടത്തുക. വ്യാഴാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ ദക്ഷിണാമൂർത്തിക്ക് മഞ്ഞപ്പൂക്കൾ കൊണ്ട് പുഷ്പാഞ്ജലി നടത്തുക. അതുകൂടാതെ ഗുരുതുല്യരായ വ്യക്തികളെ സഹായിക്കുന്നത് വ്യാഴപ്രീതിക്ക് ഏറ്റവും ഉത്തമമാണ്. കാര്യം വ്യാഴഗ്രഹത്തെ ഗുരു എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ മുതിർന്നവരെ, പ്രായമായവരെ, ഗുരുതുല്യരായ വ്യക്തികളെ സഹായിക്കുന്നതും അവരെ ആദരിക്കുന്നതും അവരുടെ പ്രീതി വാങ്ങുന്നതുമൊക്കെ നിങ്ങൾക്ക് ഈ സൗഭാഗ്യങ്ങൾ ലഭിക്കുവാൻ ഉത്തമമാണ്. ഇത് കൂടാതെ തങ്ങളാൽ കഴിയും വിധത്തിലുള്ള എല്ലാവിധ ദാനധർമ്മങ്ങളും ചെയ്യണം. സഹജീവികൾക്ക്, അത് മനുഷ്യനായാലും മൃഗങ്ങളായാലും, അവയ്ക്ക് ആഹാരമോ വസ്ത്രമോ വെള്ളമോ ഒക്കെ കൊടുക്കുക. പാവപ്പെട്ടവർക്ക് മരുന്ന്, വെള്ളം, വസ്ത്രം ഇതൊരു വലിയ പുണ്യകാര്യമാണ്. അതുപോലെ ജീവികൾക്ക്, അതായത് തെരുവ് നായ്ക്കൾക്ക്, കാക്കകൾക്ക്, അതുപോലുള്ള ജീവജാലങ്ങൾക്കായിട്ട് ഈ കൊടും വേനലിൽ നിങ്ങൾ ആഹാരമോ വെള്ളമോ കൊടുക്കുന്നതും വളരെ പുണ്യമാണ്. നിങ്ങളുടെ ഭാഗ്യവർദ്ധനവിന് ഇതെല്ലാം സഹായിക്കും. വിധിപ്രകാരം ഓരോരുത്തർക്കും ലഭിക്കേണ്ട സമയമാകുമ്പോൾ ലഭിക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. വ്യാഴത്തിൻ്റെ ഈ രാശി മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഐശ്വര്യവും സമ്പത്തും എല്ലാം കൊണ്ടുവരാൻ കാരണമാകും. നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിച്ച് നോക്കണം. അതിലേതെങ്കിലും ഗ്രഹങ്ങൾ നിങ്ങൾക്ക് ദോഷകരമായി നിലനിൽക്കുന്നുണ്ട് എങ്കിൽ അതിന് ആവശ്യമായ വഴിപാടുകളോ പൂജകളോ ഒക്കെ ചെയ്ത് പരിഹരിച്ച് ആ ദോഷപരിഹാരം നിങ്ങൾ നടത്തി തന്നെ മുന്നോട്ട് പോകുക. നിങ്ങളുടെ നക്ഷത്രം ഏതാണ് എന്ന് ഈ വീഡിയോയിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ആ നക്ഷത്രങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതാണ്. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളുടെ നക്ഷത്രങ്ങളെ കൂടി ഉൾപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ നക്ഷത്രം ഏതാണ് എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. കൂടുതൽ ജ്യോതിഷ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവിധ സമ്പത്തും ഐശ്വര്യവും നേട്ടങ്ങളുമൊക്കെ ഈ കാലയളവിൽ ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. വ്യാഴത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹവും നിങ്ങൾക്ക് ലഭിക്കും. 10-ാം ഉദയത്തിന് ശേഷം ഈ വ്യാഴമാറ്റത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാകും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.